ഇനി നമുക്ക് സൺ കിങ് ആയിട്ടുള്ള ലൂയിസ് 14 ഒരു ദിവസം എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന് നോക്കിയാലോ. ഇപ്പോൾ ലൂയിസ് 14 പോലെ അന്നത്തെ ഭരണാധികാരികൾക്ക്, രാജാക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഓരോ ഡെയിലി റൊട്ടീൻസ് ഉണ്ടായിരുന്നു. അത് ഓരോ സെറിമണി പോലെയാണ് അവരത് ചെയ്തു പോന്നിരുന്നത്. ഇപ്പോൾ അവർ ഉണരുന്നതും അതുപോലെ തന്നെ അവർ ലഞ്ച് കഴിക്കുന്നതും അവർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരു ഒരു ആഘോഷം പോലെ അല്ലെങ്കിൽ ഒരു സെറിമണി പോലെയായിരുന്നു അവർ കൊണ്ടാടിയിരുന്നത്. മോർണിംഗിൽ സൂര്യോദയത്തിന് ശേഷം ഏകദേശം ഒരു 8:30 കൂടിയാണ് കേട്ടോ ഈ പറയുന്ന ലൂയിസ് 14 ഉണരുന്നത്. ഈ ഉണർത്തുന്നതൊക്കെ ഒരു സെറിമണിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിനായിട്ട് ഡസൻസ് ഓഫ് നോബിൾസ് അവിടെ ഉണ്ടായിരുന്നു, അവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നോബിൾസ് എന്ന് പറയുന്നത് ഈ രാജാവിന്, കിങ്ങിന് താഴെ വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവിടുത്തെ രാജാവിനെ പരിചരിക്കാനും ഡ്രസ്സപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കാനും അങ്ങനത്തെ ഒരുപാട് രാജാവുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ നോബിൾസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് പുള്ളിക്കാരൻ ഈ പേഴ്സണൽ കെയർ പോലുള്ള പരിപാടികൾക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇവർക്ക് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എവറി ഡേ ദേ വർ ഡൂയിങ് മോർണിംഗ് മാസ് ബിക്കോസ് ഇറ്റ് ഷോഡ് ഹി വാസ് നോട്ട് ജസ്റ്റ് എ കിങ് ബട്ട് ഓൾസോ ചൂസൺ ബൈ ഗോഡ്. അത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പറയുന്ന മന്ത്രിമാരുമായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ആർമി ഓഫീസേഴ്സുമായിട്ടൊക്കെ മീറ്റിങ്സുകളും മറ്റു രാജ്യങ്ങൾക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാം, മറ്റു രാജ്യങ്ങളെ എങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധിച്ചിട്ടുള്ള മീറ്റിങ്സുകളും കാര്യങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ പുള്ളിക്കാരൻ്റെ ലഞ്ച് എന്ന് പറയുന്നതും ഒരു ഒരു വലിയൊരു സെറിമണി പോലത്തെ പരിപാടിയായിരുന്നു കേട്ടോ. പബ്ലിക്കിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ലഞ്ച് കഴിച്ചിരുന്നത് ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന നോബിൾസ് ദേ വർ വാച്ചിങ് ഓൾസോ ഹിം. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള മ്യൂസിക്കുകളും സംഗീത പരിപാടികളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആഫ്റ്റർ ലഞ്ച് മൂപ്പര പരിപാടി എന്ന് പറയുന്നത് ഹണ്ടിങ് ആണ് കേട്ടോ. ഈ പറയുന്ന പോലെ പണ്ടത്തെ ഒരുവിധപ്പെട്ട രാജാക്കന്മാരുടെയും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് ഈ ഹണ്ടിങ് ആണല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വേഴ്സായി പാലസ് ആവുന്നതിന് മുന്നേ ഇതൊരു ഹണ്ടിങ് ലോഡ്ജാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ്റെ അച്ഛനായിട്ടുള്ള ലൂയിസ് 13 ഇതൊരു ഹണ്ടിങ് ലോഡ്ജായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷമാണ് ഈ പറയുന്ന വേഴ്സായി പാലസിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. പിന്നെ ഈ ഹണ്ടിങ്ങിനായിട്ടുള്ള ഒരുപാട് ഫോറസ്റ്റും പരിപാടികളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ അത് അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരുപാട് നല്ല ഹണ്ടിങ് പരിപാടികളൊക്കെ പുള്ളിക്കാരൻ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത്. ലൂയിസ് 14 ബെഡ് ടൈം എന്ന് പറയുന്നത് രാത്രി 11 മണിയാണ് കേട്ടോ. 11 മണിയോട് കൂടിയാണ് മൂപ്പര് പള്ളിയുറക്കത്തിനായി പോകുന്നത്. അതും ഒരു സെറിമണി പോലെ, ഒരു ആഘോഷം പോലെയാണ് എല്ലാ ദിവസവും കൊണ്ടാടിയിരുന്നത്. മൂപ്പർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര ആ ഒരു അധികാരം, ആ ഒരു പവർ ഉണ്ടല്ലോ, അതിങ്ങനെ നാട്ടുകാരെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ. മൂപ്പര എല്ലാ ആക്ടിവിറ്റീസും ഒരു സെറിമണിയൽ സെറ്റപ്പിലേക്ക് പുള്ളിക്കാരൻ അത് ഡെവലപ്പ് ചെയ്തു. മൂപ്പര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര ആ ഒരു അധികാരവും പവറൊക്കെ ശരിക്കും ഈ ഫ്രാൻസിലുള്ള മൊത്തം ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങളൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെറിമണിയും കാര്യങ്ങളൊക്കെ മൂപ്പര് ഓർഗനൈസ് ചെയ്തിരുന്നു കേട്ടോ. 6000-ലധികം വരുന്ന പെയിൻറ്റിങ്സുകൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3000-ലധികം വരുന്ന സ്കൾപ്ചേഴ്സും. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അതിമനോഹരമായിട്ടുള്ള നമ്മൾ ആകർഷിക്കുന്ന തരത്തിലുള്ള പെയിൻറ്റിങ്സുകളുടെ ഒരു പൂരാണ് കേട്ടോ. ഒരു മുറിയിൽ നിന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് ചെല്ലുമ്പോൾ അന്തം എടുത്തുമ്പോൾ അമ്മാരി പരിപാടിയാണ് ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്സിന് പുറമെ ഇവരുടെ ഈ മതിലുകളും ചുമരുകളും അതുപോലെ തന്നെ ഫ്ലോറുകളൊക്കെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ക്ലോത്തുകൾ കൊണ്ട് നിർമ്മിച്ച പരവതാനി പോലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവർ കവർ ചെയ്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓഡിയോ സപ്പോർട്ട് വേണമെങ്കിൽ അത് ചെയ്യട്ടോ. €5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചെയ്യാം, പോർച്ചുഗീസ് അതുപോലെ തന്നെ സ്പാനിഷ്, അങ്ങനെ യൂറോപ്പിലെ ഒട്ടുമിക്ക ഭാഷകളും അവർ ചെയ്യുന്നുണ്ട്. ചൈനീസ് അടക്കം ഉള്ള ഭാഷകളിലുള്ള ഓഡിയോ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഒരു മൊബൈൽ ഫോണിൻ്റെ വലിപ്പമുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് പ്ലഗ് ചെയ്തിട്ട് ഇയർഫോൺ വെച്ചിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ റൂമിലേക്ക് ചെല്ലുമ്പോഴും അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അവർ ഓഡിയോ എയ്ഡ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഓഡിയോ സപ്പോർട്ടൊക്കെ നമ്മൾ കുറച്ച് സമയം മാത്രമേ അതിലേക്ക് ശ്രദ്ധ വരുള്ളൂ. പിന്നെ നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് വരുന്നത് ഈ പറയുന്ന കാഴ്ചകളിലേക്കാണ്. ഇവിടുത്തെ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും അവിടുത്തെ ഓരോ കാഴ്ചകളും അത്രത്തോളമാണ് നമ്മളിവിടെ കണ്ടറിഞ്ഞ് ആസ്വദിക്കാനുള്ളത് കേട്ടോ. നമ്മളിനി പോകുന്നത് ലൂയിസ് 14 പത്നിയായിട്ടുള്ള മരിയ തെരേസേൻ്റെ റൂമിലേക്കാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൊട്ടാരത്തിലെ ബഹളങ്ങളും ബിസി ലൈഫിൽ നിന്ന് കുറച്ച് പ്രൈവറ്റായിട്ട് മാറി താമസിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ലൂയിസ് 14 ഒരുക്കി കൊടുത്ത ഈ ക്വീൻ രാജ്ഞിക്ക് മാത്രമായിട്ട് താമസിക്കാനുള്ളൊരു
സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ. അതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രാജ്ഞിയുടെ പ്രസവ സമയത്ത്, അതായത് കുട്ടിക്ക് ജന്മം നൽകുന്ന ആ ഒരു സമയമൊക്കെ, ആ ഒരു മൊമെൻ്റൊക്കെ ശരിക്കും പബ്ലിക് സെറിമണി ആയിട്ടാണ് കേട്ടോ ഇവർ കൊണ്ടാടിയിരുന്നത്. കാരണം ഈ ലൂയിസ് രാജാക്കന്മാരുടെ ലെഗസിയിലാണ് ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ കുട്ടി രാജ്ഞിയുടേത് തന്നെയാണ് എന്നുള്ളത് പബ്ലിക്കിനെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി കൂടിയായിരുന്നു കേട്ടത്. കാരണം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നാട്ടുകാരെ മൊത്തം വെച്ചിട്ടുള്ള ഒരു പരിപാടി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കൊട്ടാരത്തിനുള്ളിൽ താമസിക്കുന്ന ഈ പ്രധാനപ്പെട്ട കൊട്ടാരത്തിലെ ആളുകളും, അതുപോലെ തന്നെ ഈ രാജാവിന് താഴെ വരുന്ന നേരത്തെ പറഞ്ഞ നോബിൾസ്, പ്രഭുക്കന്മാരും, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് ഒഫീഷ്യൽസ്, അവരൊക്കെയാണ് ഉണ്ടാവില്ല. അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം വെച്ചിട്ടുള്ളൊരു വലിയൊരു ഷോ ആയിട്ടുള്ള പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ലൂയിസ് 14 കിടപ്പുമുറി എന്ന് പറയുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഉറങ്ങാൻ പോകുന്നതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള സെലിബ്രേഷൻ സെറിമണി പോലെയാണ് അവർ ദിവസവും ചെയ്തിരുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വേഴ്സായി പാലസിനെ കുറിച്ച് പറയാനുള്ള 2 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഇവിടുത്തെ ഗാർഡൻ ആണ് കേട്ടോ. ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഏറ്റവും വലിയ ഗാർഡൻ ആണ് കേട്ടോ. ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഗാർഡനുകളിൽ ഒന്നാണ് വേഴ്സായി പാലസിൻ്റെ ഗാർഡൻ എന്ന് പറയുന്നത്. അത് ഭയങ്കരമാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ, അതിൻ്റെ കാഴ്ചകളൊക്കെ അപാരമാണ് ശരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കഥകളും, അവിടുത്തെ സ്റ്റാച്യൂസും, അവിടുത്തെ എന്താ പറയുക ഓരോരോ സംഭവങ്ങളും നമ്മൾ അറിയുമ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഹാൾ ഓഫ് മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ വേഴ്സായി പാലസിലെ. 370-ലധികം വരുന്ന എന്താ പറയുക ഗ്ലാസ്സുകൾ, മിററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള എന്താ പറയുക ഒരു വരാന്തയാണ്. നീളത്തിലുള്ള ഒരു വരാന്ത പോലെ അത്രയും ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനും. എന്താ പറയുക അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് കഥകളും, എന്താ പറയുക സീക്രട്ട് ആയിട്ടുള്ള കുറേ സ്റ്റോറീസൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പങ്കുവെക്കുന്നതായിരിക്കും.